കൊല്ലം ശാസ്താംകോട്ടയിൽ വാഹനാപകടത്തിൽ പ്രതിശ്രുത വധു മരിച്ചു. സ്കൂട്ടർ യാത്രികയായ തൊടിയൂർ സ്വദേശിനി അഞ്ജനയാണ് മരിച്ചത്. അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടറിൽ സ്കൂൾ ബസ് തട്ടിയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് സ്കൂട്ടർ ഭാഗികമായി കത്തിനശിച്ചു. ശാസ്താംകോട്ട സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയാണ് അഞ്ജന. അഞ്ജനയുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ഊക്കൻമുക്ക് ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സ്കൂട്ടറിൽ ബാങ്കിലേക്ക് പോവുകയായിരുന്ന അഞ്ജനയെ എതിർദിശയിൽ നിന്ന് വന്ന സ്കൂൾ ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ അഞ്ജനയുടെ ദേഹത്ത് ബസ് കയറി ഇറങ്ങുകയായിരുന്നു. അപകടം നടന്നയുടൻ തന്നെ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കരിന്തോട്ട സർവീസ് സഹകരണ ബാങ്കിൽ ക്ലർക്കായി നിയമനം ലഭിച്ചത്. ഈ അടുത്താണ് അഞ്ജനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഒക്ടോബർ 19-ന് വിവാഹം നടക്കാനിരിക്കവെയാണ് അപകടം സംഭവിച്ചത്. സ്കൂൾ ബസ് സ്കൂട്ടറിലിടിച്ച് റോഡിലേക്ക് വീണ അഞ്ജനയുടെ തലയിലൂടെ പിറകെ എത്തിയ സ്വകാര്യ ബസ് കയറിയിറങ്ങി തൽക്ഷണം മരിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്താൽ അഞ്ജന ഓടിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിൻഭാഗം ഭാഗികമായി കത്തിനശിക്കുകയും ചെയ്തു. ശാസ്താംകോട്ടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് റോഡിൽ തളം കെട്ടിക്കിടന്ന രക്തവും മറ്റും കഴുകി റോഡ് വൃത്തിയാക്കിയത്. തൊടിയൂരിലെ വീട്ടിൽ നിന്നും ഭരണിക്കാവിലെത്തി കടപുഴ റൂട്ടിൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും തിരിഞ്ഞ് ബണ്ട് റോഡിലൂടെ ബാങ്കിൽ എത്തുന്നതാണ് പതിവ്. കരുനാഗപ്പള്ളി തൊടിയൂർ ശാരദാലയം വീട്ടിൽ പരേതനായ മോഹനന്റെയും തൊടിയൂർ സഹകരണ ബാങ്കിലെ സ്വീപ്പറായ അജിതയുടെയും മകളായ അഞ്ജന 1.5 മാസം മുൻപാണ് സഹകരണ ബാങ്ക് ടെസ്റ്റ് പാസ്സായി കരിന്തോട്ടുവയിൽ ജോലിയിൽ പ്രവേശിച്ചത്. 1 വർഷം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത്. മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ജോലി ലഭിച്ചതിനു ശേഷം അഞ്ജനയുടെയും വിവാഹം ഉറപ്പിച്ചിരുന്നു. ഒക്ടോബർ 29-ന് വിവാഹം നടക്കേണ്ടതായിരുന്നു. വിവാഹം ക്ഷണിക്കലും മറ്റും തുടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി മരണമെത്തിയത്. സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിന്നിരുന്ന കുടുംബമായിരുന്നു അഞ്ജനയുടേത്. കരിന്തോട്ടുവ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് 6 ആഴ്ചകളെ ആയിട്ടുള്ളൂവെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് സഹപ്രവർത്തകർക്ക് ഏറെ പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു. ജോലിയോടുള്ള ആത്മാർത്ഥതയും കൃത്യതയും സൗമ്യമാർന്ന സ്വഭാവവും ബാങ്കിലെത്തുന്നവരുടെയും വിശ്വാസം പിടിച്ചുപറ്റാൻ ഇടയാക്കിയിരുന്നു. അഞ്ജനയുടെ വിവാഹം ആഘോഷമാക്കാൻ സഹപ്രവർത്തകരും ബാങ്ക് ഭരണസമിതിയും കാത്തിരിക്കെയാണ് വേർപാട് സംഭവിച്ചത്. അഞ്ജനയുടെ നാടായ തൊടിയൂർ ഗ്രാമത്തിനും മരണം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ഊക്കൻമുക്കിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് നാട്ടിൽ നിന്നും നിരവധി ആളുകളാണ് എത്തിയത്. അഞ്ജനയുടെ കല്യാണപ്പുടവയുമായി മൃതദേഹത്തിനരികെ നെഞ്ചുപൊട്ടിക്കരയുന്ന അഖിലിന്റെ മുഖമാണ് ഇപ്പോൾ എല്ലാവർക്കും നൊമ്പരമാകുന്നത്. ഒന്നിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട അഞ്ജനയും അഖിലും വിവാഹം ആഘോഷമാക്കാനിരിക്കെയാണ് ദുരന്ത വാർത്ത എത്തിയത്.